അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമ ഭേദഗതി മന്ത്രിസഭായോഗം അംഗീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ നിർമ്മാണമാണ് ഇത്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, കാലങ്ങളായി നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു, പ്രത്യേകിച്ചും മലയോരത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരുന്നു ഈ വന്യജീവി ആക്രമണം. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടൊരു ലക്ഷ്യം കൂടിയായിട്ട് വേണം ഈ ഒരു നീക്കത്തെ കാണുന്നതിന് വേണ്ടി. ഇപ്പോൾ ഏതായാലും ബില്ലിന് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ വന്യജീവി നിയമം എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിയമമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുന്നു, അതിനുശേഷം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയാൽ പോലും അതിന് ഗവർണറുടെ ഒപ്പ് ലഭിക്കണമെന്നില്ല. അത് രാഷ്ട്രപതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രായോഗികമായി ഇതൊരു നിയമമായി വരാനുള്ള സാധ്യത വളരെയധികം പ്രയാസമാണ്. കാരണം അതൊരു കേന്ദ്ര നിയമമായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രായോഗികമായ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാട് ഇതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ചേരുന്ന നിയമസഭാ യോഗത്തിൽ ഇത് അവതരിപ്പിക്കും. പ്രതിപക്ഷവും ഏതായാലും ഈ ഒരു വിഷയത്തിൽ അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതൊരു നിയമമായി വരുമ്പോൾ ചില പ്രായോഗികമായ വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ നിയമോപദേശം തേടിക്കൊണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി ഏതായാലും പോവുക. ഏതായാലും ഇന്ന് ഈ നിയമനിർമ്മാണത്തിൽ ചില രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം അടക്കമുള്ള കക്ഷികൾക്ക്, മലയോരത്തെ വിഭാഗങ്ങൾക്ക്, സഭകൾക്കൊക്കെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കമ്പൽഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വനം വന്യജീവി നിയമം നിലവിലുണ്ട്. ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന സെൻട്രൽ ആക്ട് അവിടെ ഉണ്ട് എന്നിരിക്കെ ഈ നിയമം ഇപ്പോൾ നിയമസഭ പാസ്സാക്കും, പ്രതിപക്ഷവും പിന്തുണയ്ക്കും, അതൊക്കെ ശരിയാണ്. അതിനപ്പുറത്ത് ഇതിൽ പറയുന്ന വ്യവസ്ഥകൾ അത് നടപ്പാക്കപ്പെടാനുള്ള, അത് ചട്ടങ്ങൾ രൂപീകരിച്ചത് നടപ്പാക്കപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതായാലും അത് നടപ്പാക്കി വരുന്നതിന് ഒരു വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇതൊരു കേന്ദ്ര നിയമമായതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിന് അതിനെ മറികടന്നുകൊണ്ട് നിയമം പാസ്സാക്കുന്നത് ഭരണഘടനാപരമായി അതിന് സാധിക്കില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സർക്കാർ ഇവിടെ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ അല്ലെങ്കിൽ മലയോരത്തുള്ളവരെ സ്വന്തം മുന്നണിയിലുള്ള, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ ബോധ്യപ്പെടുത്തുക. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇതാണ്. മലയോരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അവിടെയെല്ലാം വലിയ തരത്തിലുള്ളൊരു പ്രശ്നം ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും. അതൊന്നും മറികടക്കുന്നതിന് വേണ്ടി ഒരു നീക്കം കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭ തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് ഓൺലൈനിൽ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ നിർമ്മാണമാണ്. ഉപദ്രവകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിന് അനുവദിക്കുന്ന ബില്ല് മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് അതൊരു പൊതുരേഖയാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രതിപക്ഷവും ഈ നിയമനിർമ്മാണത്തെ അനുകൂലിക്കും. പക്ഷേ സെൻട്രൽ ആക്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര വനം വന്യജീവി നിയമം 1972 നിയമം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നിയമം പാസ്സാക്കിയാലും, ഈ നിയമം കേരള നിയമസഭ പാസ്സാക്കിയാലും എത്രമാത്രമാണ് എന്താണ് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്നുള്ളത് ഒരു നിയമപ്രശ്നം കൂടിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഈ അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് സാധ്യമാവുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ അതിനെ വേർമിനായി പ്രഖ്യാപിക്കുകയും അതിനു തന്നെ നടപടിക്രമങ്ങളുണ്ട്. അത് എളുപ്പമുള്ള കാര്യമല്ല. അതുതന്നെ വലിയ കടമ്പകൾ കടന്നിട്ടുള്ള, നിബന്ധനകൾ പാലിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എങ്ങനെ ഇത് പ്രായോഗികമാകും, എങ്ങനെ പ്രയോഗത്തിൽ വരും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ.